എൻ്റെ പേര് അഷ്റഫ്. ക്ലിയർ ആണോ? നമസ്കാരം. എനിക്ക് രണ്ട് കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത കിട്ടിയാൽ നന്നായിരുന്നുണ്ട്. ഒന്ന്, യുക്തിയും എത്തിക്സും തമ്മിലുള്ള ഒരു കമ്പാരിസനെ പറ്റി സംസാരിച്ചാൽ നന്നായിരുന്നുണ്ട്. രണ്ട്, മതത്തിന് ധാരാളം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് മതത്തിനുള്ളതുപോലെ തന്നെ ഉള്ള വേറൊരു പ്രശ്നമാണ്, ഇപ്പോൾ മതത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ തന്നെ ശരിയായ മതവിശ്വാസികളല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ, അവരുടെ പ്രവൃത്തിയിൽ നിന്ന് യാതൊരു എത്തിക്സും ഇല്ലാത്ത രീതിയിൽ സാധാരണ ദൈവവിശ്വാസികളായ നിഷ്കളങ്കരായ ആളുകളിൽ കാണുന്ന ഏതെങ്കിലും രീതിയിലുള്ള സത്യസന്ധതയോ മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിലൊരു വിഷമോ പിന്നെ ഒരാളെ പറ്റിക്കുന്നതിലുള്ള മനസാക്ഷിക്കുത്വമൊന്നും ഇല്ലാത്ത ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ പാർട്ടിയുടെയോ, അത് മതത്തിൻ്റെ മാത്രം പേരിലാവണമെന്നില്ല, ഏത് രീതിയിലും ഒരു പ്രദേശത്തിൻ്റെ പേരിലോ ഒക്കെ ഫാൻ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഫാൻ ബേസിൻ്റെ നേതൃത്വത്തിലെത്തുന്ന ആളുകൾ ഒരു നാർസിസ്റ്റിക് മെൻറ്റാലിറ്റി ഉള്ള ആളാണെങ്കിൽ അവർ ഈ സമൂഹത്തിന് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്ന രീതിയിൽ ആളുകളെ വിഭജിക്കുകയും ഇവരെ ഈ വിഭജനം മുതലെടുത്ത് തമ്മിലടിപ്പിച്ച് ഇവർ ഭരണത്തിലെത്തുകയും ഈ ഭരണകൂടം ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ലോകത്തിന്ന് വലുതായിട്ട് എനിക്ക് തോന്നിയത്. എൻ്റെ ചോദ്യം ദീർഘിപ്പിച്ച് പോകുന്നോന്ന് എനിക്കറിയില്ല. ക്ലിയർ ആണോ? വിഷയം മനസ്സിലായി. ഞാൻ ആദ്യം ചോദിച്ചത് ക്ലിയർ ആണോ? അതായത് യുക്തിയും മനസ്സിലായി. ഓക്കെ, താങ്ക്സ്. മൂല്യബോധം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ സംഭവിക്കാം. പഴയ കാലത്ത് നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്ന ഒരു ദൈവസങ്കല്പം വെച്ചിട്ടാണ് ഒരു ഹെയറാർക്കിക്കൽ, അങ്ങനെ അത് മനസ്സിലാക്കണം. തട്ടായിട്ടുള്ള ഒരു സമൂഹത്തിനെ വിഭാവനം ചെയ്തിട്ടായിരുന്നു മൂല്യങ്ങളെ നിർണയിച്ചിരുന്നത്. അങ്ങനെയാണ് നമുക്ക് താഴെ മുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റുകളൊക്കെ ഉണ്ടായത്. നമ്മളൊരു തറ ഒരാളെ കളിയാക്കാനൊക്കെ വിളിക്കുന്ന നീ ഒരു തറ പോലെ പെരുമാറരുത് എന്നൊക്കെ പറയുന്നത് മേലുകീഴുള്ള ഒരു മൂല്യബോധത്തിനകത്തൂടെ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നവരെല്ലാം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്തുകൊണ്ടാണ് മതപരമായ മൂല്യബോധം ആധുനിക ജനാധിപത്യത്തിൻ്റെ മൂല്യബോധവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിയേണ്ടതുണ്ട്. രണ്ടും രണ്ട് രീതിയാണ്. അപ്പം ഒരു ശക്തിക്ക് മുമ്പിൽ നമ്മളെല്ലാം ചിട്ടയായി നിന്നാൽ മേലുകീഴ് കൃത്യമായി നടത്താം എന്ന് പറയുന്നതാണ് പഴയകാല മൂല്യബോധം. അതാണ് നമ്മുടെ വാക്കുകളിലെല്ലാം, നമ്മുടെ ഭാഷകളിലെല്ലാം നമ്മളെല്ലാം പറയുമ്പോഴൊക്കെ അങ്ങനെ പറയുള്ളൂ. അതുകൊണ്ട് ഭാഷയൊക്കെ രൂപപ്പെട്ടു വന്നത് ഉച്ചനീചത്വം എന്നാണ് പറയുന്നത്, ഉച്ചയും താഴെയും. അങ്ങനെയുള്ള മൂല്യബോധമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിനെയായിരുന്നു നമ്മൾ ഈ മതപരമായി പഠിപ്പിച്ചിരുന്നത്. മുകളിലൊരു ശക്തിയുണ്ട്, ഒരു ദൈവം. ആ ദൈവം നിർമ്മിച്ചതാണിത്. ഇവിടെ കാണുന്ന എന്തായാലും അത് ദൈവം സൃഷ്ടിച്ചതാണ്. അതിന് എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയുള്ള സിസ്റ്റമായിട്ടാണ്. അപ്പം നമ്മൾ അമ്പലത്തിലായാലും പള്ളിയിലായാലും എല്ലാം നമ്മൾ പോയാൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങി നമസ്കരിച്ച് നിസ്കരിക്കാനുമാണ് പഠിപ്പിക്കുന്നത്. അന്നത്തെ മൂല്യബോധം എന്ന് പറയുന്നത് അനുസരണയാണ്. ഏറ്റവും വലിയ ആവശ്യം അനുസരണയാണ്. പറഞ്ഞാൽ അനുസരിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അവരുടെ ആന്തരികമായി അവർക്ക് മറ്റുള്ളവരോട് തോന്നേണ്ടത് കൂറാണ്, ലോയൽറ്റി. ഇതായിരുന്നു നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരോടാണ് കൂറ് എന്നാ ചോദിക്കുന്നത്. അപ്പോൾ ലോയലാണോ എന്ന് ചോദിക്കുന്ന, അപ്പോൾ കൂറ് പ്രഖ്യാപിക്കുകയും പറഞ്ഞാൽ അനുസരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന അതൊരു മൂല്യബോധമാണ്. അത് മൂല്യബോധമല്ലെന്നല്ല പറയുന്നത്, പക്ഷെ അത് മേല് കീഴുള്ള മൂല്യബോധം. ഇതാണ് പഴയ മൂല്യബോധം എന്ന് പറയുന്നത്. അതായിരുന്നു ആളുകൾ പ്രാക്ടീസ് ചെയ്തിരുന്നത്.
അവിടെയാണ് നമ്മൾ ഈ ജനാധിപത്യം എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരുമ്പോഴാണ് ആദ്യമായിട്ട് മനുഷ്യർ സമത്വം, അദ്ദേഹവും ഞാനും ഒരേപോലത്തെ കസേരയിലിരിക്കുന്നതാണ് ആധുനിക ജനാധിപത്യ മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനം. ഇതാണ് ഈ സമത്വത്തിന് ഞാനും അദ്ദേഹം തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നതിനെയാണ് സാഹോദര്യം എന്ന് പറയുന്നത്. സമത്വം സാഹോദര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നീതി എന്ന് പറയുന്നത് തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നിടത്താണ് നീതിബോധം വരുന്നത്. മറ്റേതങ്ങനല്ല. കഴിവനുസരിച്ചെന്നും ബലമനുസരിച്ചെന്നും പദവി അനുസരിച്ചും മേലുകീഴുള്ളവർക്ക് അർഹതപ്പെട്ട തരത്തിലാണ് ഇപ്പോഴും നമ്മൾ ശമ്പളമെല്ലാം കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ മേലുകീഴ് ആണ് ഇന്നും ഈ സ്ഥാപനങ്ങൾ മുഴുവൻ നിലനിർത്തിയിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് ഈ ജനാധിപത്യ പ്രാക്ടീസ് അറിഞ്ഞുകൂടാ. വീട്ടിലില്ല, ഓഫീസുകളിലില്ല, പട്ടാളത്തിലില്ല, പോലീസിലില്ല, ഭരണ മേഖലകളില്ല, കോടതിയിലില്ല. ഒരു സ്ഥലത്തും നമ്മൾ ഈ പറയുന്ന ഈ ഇരിപ്പ് ഒരു മജിസ്ട്രേറ്റിനൊപ്പം ഇങ്ങനെ ഇരിക്കാനൊക്കത്തില്ല, പ്രധാനമന്ത്രിയോടൊപ്പം ഇരിക്കാനൊക്കത്തില്ല, മുഖ്യമന്ത്രിയോടൊപ്പം ഇരിക്കാൻ പറ്റത്തില്ല, ഗവർണറോടൊപ്പം ഇരിക്കാൻ പറ്റത്തില്ല, അധ്യാപകനോടൊപ്പം ഇരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഈ പഴയ മൂല്യബോധം. ഇതിനെ അഴിക്കേണ്ടതുണ്ട്. ഈ അഴിക്കുന്ന പണിയിൽ ഏർപ്പെടാതിരിക്കുന്ന സമൂഹങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഈ നമ്മുടെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ ഇടയിൽ നിന്ന് ഇദ്ദേഹത്തിനെ നമ്മളെല്ലാവരും തിരഞ്ഞെടുത്ത് അവിടോട്ട് വിട്ടാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി ചന്തയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞ് വിട്ട പാർട്ടി അവിടെ പോയി സാധനം മേടിച്ച് വന്നാൽ അത് അയാളുടെ സാധനമായി മാറി, MLA ഫണ്ടായി മാറി. ഇതാണ് തമാശ. ഈ ഒരു പ്രശ്നമാണ് യുക്തിപൂർവം ഈ പഴയ മൂല്യബോധത്തിനകത്ത് നിൽക്കാതെ ജനാധിപത്യത്തിന് പറ്റുന്ന നിലവാരത്തിലുള്ള ഇരിപ്പടങ്ങൾ. ഇപ്പം നിങ്ങൾ അവിടെ എല്ലാവരും ഇപ്പോഴും ഈ ഒരു അസംബന്ധം പിടിച്ചതാണ് ഈ മേല്. ഈ ലൗഡ് സ്പീക്കർ കണ്ടുപിടിച്ചിട്ടുണ്ട്. താഴെ ഇരിക്കുക. ഈ സ്റ്റേജൊന്നും ആവശ്യമില്ല, ഒരാവശ്യമില്ല. ഇതൊക്കെ അധികാര കേന്ദ്രങ്ങളാണ്. നമ്മൾ ഒന്നിച്ചിരുന്നാൽ മതി. ഞാൻ സാധാരണഗതി നിങ്ങളുടെ നടുവിലിറങ്ങിയിരിക്കും. കാര്യമുണ്ട്. ഒരാവശ്യമില്ലെന്ന് ഈ സ്റ്റേജിൽ ഇങ്ങനെ വല്ല നാടകം കളിക്കുമ്പോൾ വല്ലതും കാണിക്കാനായിട്ടല്ലാതെ ഇതിനെയും ഒരിക്കലും ഉപയോഗിച്ചുകൂടാ. കാര്യം പറയണമെങ്കിൽ അവിടെ വൃത്തത്തിലിരിക്കുന്നിടത്ത് അവിടെ ഇരുന്നാൽ മതി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ യുക്തി എന്ന് പറയുന്നത്, പഴയ കാലത്തെ യുക്തി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മൂല്യബോധം മേല് കീഴ് മൂല്യബോധം പഠിപ്പിച്ചിരുന്ന യുക്തിക്കകത്താണ്. ഇന്നത്തെ യുക്തിക്കകത്ത് നമ്മൾ സമരാണോ, തുല്യമായി പെരുമാറുന്നുണ്ടോ എന്ന് പഠിപ്പിക്കുന്നിടത്ത്. അപ്പോൾ അതുകൊണ്ട് രണ്ട് തരത്തിലായ എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി നമുക്ക് ജനാധിപത്യം വന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ വോട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചിട്ടില്ലാത്തവരാ. നമുക്ക് ആർക്കും പറഞ്ഞോളൂ. നമുക്ക് ആളുകൾ എപ്പോഴും പറയും രാഷ്ട്രീയക്കാരെന്ന് പറയും. ജനാധിപത്യത്തിൽ രാഷ്ട്രീയമില്ലാത്ത ആരുമില്ല. രാജാവിൽ കേന്ദ്രീകൃതമായിരുന്ന രാഷ്ട്രീയ അധികാരം ഒരോട്ടായി എല്ലാവർക്കും കൊടുത്ത് എല്ലാവരെയും രാഷ്ട്രീയക്കാരാക്കിയതാണ് ജനാധിപത്യം. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന അവരെ നേതാക്കന്മാരാകാനല്ല, ഭരിക്കാനല്ല, സേവനത്തിനാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ജനാധിപത്യത്തിൽ ഭരണമില്ല, ജനാധിപത്യത്തിൽ സേവനവും ക്രമീകരണവുമുള്ളൂ. ക്രമീകരണം എന്നാ പറയുന്നത്, അല്ലാതെ ഗവേണിങ്ങോ റൂളിങ്ങോ അല്ല. പക്ഷെ നമുക്ക് ഇതൊന്നും അറിഞ്ഞൂടെ. എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഈ വോട്ട് കൊടുത്താൽ വീട്ടിൽ പോയിരുന്ന ബാക്കിയൊക്കെ പിന്നെ അയാൾ ചെയ്തോളും എന്ന്. എന്നിട്ട് അവന്മാരാരും നന്നാകുന്നില്ലെന്ന് പിന്നെ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മളീ പറയുന്ന ഇത് രണ്ട് മൂല്യബോധങ്ങൾ ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ മൂല്യബോധത്തിൻ്റേതായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെന്നുള്ളതാണ് തമാശ. നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്
ഈ മേല് കീഴ് നടത്തിക്കൊണ്ടിരുന്ന, ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉപയോഗിക്കാൻ, എങ്ങനെ ഉപയോഗിക്കാൻ? ജനാധിപത്യപരമായി. ഞാൻ തമാശയ്ക്ക് ആൾക്കാരോട് പറയും, നമ്മുടെ കയ്യിലെ വാളും തോക്കും തന്നിട്ട് അയലത്തുകാരനെ സ്നേഹിക്കാൻ ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? വെടിവെച്ചിട്ടിട്ട് വെട്ടിക്കൊന്നിട്ട് സ്നേഹിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഈ കാണുന്ന സെക്രട്ടേറിയറ്റിൽ പോയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും പേരും സാമാന്യ മര്യാദയുള്ളവരായിട്ടാണല്ലോ നിങ്ങളിവിടെ ഇത് വരുന്നിരിക്കുന്നത്. നമ്മൾ ഇത്രയും പേരും അവിടെ പോയിരുന്നാലും ഇപ്പം ഭരിക്കുന്നവരെ പോലെ മര്യാദകളായിട്ട് ഭരിക്കാനേ പറ്റൂ. കാരണം തോക്കും വെടിയുണ്ടയാണ് നമ്മുടെ കയ്യിൽ തരുന്നത്. അത് ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണ്, കീഴടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണ്. അത് നിങ്ങളുടെ ഉദ്ദേശശക്തി കൊണ്ട് മാറ്റാനൊക്കത്തില്ല. ഞാൻ നല്ല വെടിയാ വെച്ചതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നല്ല വെടിക്കാരന്മാരാണ് ഇപ്പോൾ ഇരിക്കുന്ന ഈ മുഖ്യമന്ത്രിയൊക്കെ. നല്ല വെടിയാ, അങ്ങനെ മനസ്സിലാക്കണം. അപ്പം രണ്ട് മൂല്യബോധമുണ്ടെന്നും ആ മൂല്യബോധം പ്രാക്ടീസ് ചെയ്യാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കേണ്ട പണി നമ്മുടേതാണെന്നും നമ്മളറിയണം. അതല്ലാതെ പണ്ട് കാലത്ത് മൂല്യബോധത്തിനകത്ത് മറ്റുള്ളവരെ സ്നേഹിക്കണം, നമ്മുടെ ആൾക്കാരെ സ്നേഹിക്കാനേ എന്നും പഠിപ്പിച്ചിട്ടുള്ളൂ. മതത്തിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മുടെ ആൾക്കാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കും, പക്ഷെ അന്യരെ വെറുക്കാനത് പഠിപ്പിക്കും. നമ്മൾ പൗരന്മാരാകുന്ന സമയത്ത് ഒരു രാജ്യത്തിനകത്ത് പോലുമല്ല, മനുഷ്യരായവർ. അതുകൊണ്ടാണ് മനുഷ്യാവകാശം നമ്മൾ പറയാൻ ബാധ്യത വന്ന. അങ്ങനെ പൗരാവകാശം ഉള്ളവരല്ലായിരുന്നോ? പിന്നെന്തിനാണ് നമ്മൾ മനുഷ്യാവകാശം എന്ന് പറഞ്ഞത്? കാര്യമുണ്ട്. നിലനിൽക്കുന്ന ഗവൺമെൻ്റ് എന്ന് പറയുന്ന അതിൻ്റെ സ്ട്രക്ചർ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസിനകത്തു നിന്നും മനുഷ്യാവകാശം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ വന്നത്. അത് ഞാനീ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങളെല്ലാം ജനങ്ങൾക്കെതിരായി പ്രവർത്തിക്കുമെന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് പോലും അവർ തിരഞ്ഞെടുത്തവരെ ഉപദ്രവിക്കുന്നവരായി മാറുന്നു എന്ന് കണ്ടപ്പോഴാണ് മനുഷ്യാവകാശം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ബാധ്യത. അല്ല, അതിനു മുമ്പേ പൗരാവകാശം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇതാണ് പ്രശ്നം. ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകെ ശ്രമിച്ചത് പഞ്ചായത്താണ്. അത് തന്നെ ഗ്രാമപഞ്ചായത്ത് മാത്രമേ ഇതുവരെ നമ്മൾ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ 2 എണ്ണം വെച്ചിട്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തെന്നും ജില്ലാ പഞ്ചായത്ത്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട ഇടം വരണം എന്ന് വിചാരിച്ചിട്ടാണ്. അടുത്ത 10 വർഷമല്ല, 20 വർഷമല്ല, 50 വർഷവും തിരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിലും ഭരണം നടക്കും. കാരണം ഉദ്യോഗസ്ഥ ഭരണത്തിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് വിചാരിക്കുന്നത്. ഇതാണ് പറ്റുന്നത്. ഉദ്യോഗസ്ഥ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജനാധിപത്യം. അതിൻ്റെ മുകളിലൊന്നും പോയിരുന്നാലൊന്നും, ഞാൻ പറഞ്ഞില്ലേ, നല്ല വെടിയില്ല, നല്ല രാജാവില്ല, നല്ല നേതാവില്ല. കൂട്ടായ്മയെ പറ്റിയാണ്, സഹവർത്തിത്വത്തിനെ പറ്റിയാണ്, ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് പുതിയ മൂല്യബോധം എന്ന് പറയുന്നത് സമരാണ്. നമ്മൾ ഗുരുക്കന്മാരെ പറ്റിയൊക്കെ പറയും. ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ പടത്തിനകത്ത് കൂടെ ഇതുപോലെ ഇരിക്കുന്ന ഒരുത്തനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ബുദ്ധൻ്റെ സൈഡിലിരിക്കുന്ന ഒരുത്തനെ കണ്ടിട്ടുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ സൈഡിൽ കയറിയിരിക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ട്? സെലക്ട് ചെയ്ത 12 ശിഷ്യന്മാരുടെ പടം വരച്ചിരിക്കുന്നതിനകത്ത് മാത്രമാണ് കുറച്ചെങ്കിലും ഇരിക്കുന്നത്. അപ്പോൾ പോലും ഇരിപ്പ് വശ. എന്തിനാ നമ്മൾക്ക് തൊട്ടടുത്തുള്ളതാണ് നാരായണഗുരുവിൻ്റെ സൈഡിൽ ആരെങ്കിലും ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്? ഒരിക്കലും ഇരിക്കത്തില്ല. ഗുരുത്വവും ലഘുത്വവും ഉള്ളതല്ല ജനാധിപത്യം. അത്രയും നമ്മളറിയാം. ഈ സമരായിരിക്കുക, തുല്യരായിരിക്കുന്ന ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കേണ്ടതാണ് നമ്മുടെ പണി. അതിന് പകരം ബ്രിട്ടീഷുകാരും പഴയ രാജാക്കന്മാരും ഉണ്ടാക്കിയ കൊട്ടാരങ്ങളിൽ പോയിരുന്നിട്ട് നല്ല വെടി വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ. അതാണ് പ്രശ്നം.
അതുകൊണ്ട് യുക്തി കൊണ്ട് മനസ്സിലാക്കേണ്ട പുതിയ സ്ഥലമെന്ന് പറയുന്നത് ഈ സമത്വപരമായിട്ടുള്ള മൂല്യബോധം പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ രൂപപ്പെടുത്തും എന്ന് പറയുന്നത് മനുഷ്യപ്രശ്നമാണ്. അല്ലല്ലോ അമേരിക്കയിലുണ്ടോ, ഇംഗ്ലണ്ടിലുണ്ട്, സ്കാൻഡിനേവിയയിലുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കണ്ട, എങ്ങുമില്ല. ഇത് നമ്മൾ കണ്ടെത്തി പരിഹരിക്കേണ്ട പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കേണ്ട സ്ഥലമാണ്. ലോകത്തിനകത്ത് ജനാധിപത്യപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു രാജ്യമാണ് കേരളം. അതുകൊണ്ട് നമ്മൾ മുൻകൈ എടുത്ത് ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്താണ്.